بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب إذا لم يكن الإسلام على الحقيقة وكان على الاستسلام أو الخوف من القتل لقوله تعالى قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا فإذا كان على الحقيقة فهو على قوله جل ذكره إن الدين عند الله الإسلام. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഉലൂമി അവർ ഈമാനും ഇസ്ലാമും രണ്ടും ഒന്നാണ്, മുഅ്മിനും മുസ്ലിമും ഒന്നെന്നെയാണ് എന്നാണ് ഇതുവരെ സമർത്ഥിച്ചത്. അവിടെയാണ് മഹാനവർകൾ പരിശുദ്ധ ഖുർആനിലെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ രണ്ടും ഒന്നാണെന്ന് സമർത്ഥിച്ച അവർ തന്നെ ആ ഇസ്ലാമും ഈമാനും ഒന്നാണെന്ന് പറയുന്നത് അത് വെറും കർമ്മത്തെ പറ്റിയല്ല എന്ന് തൊട്ടടുത്ത മുമ്പത്തെ വാബിൽ പറഞ്ഞു. പിന്നെ ഇസ്ലാമിനിക്കും ഈമാനിക്കും രണ്ടിനിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച്, അല്ലാഹു റസൂലിനെ സംബന്ധിച്ച്, റസൂൽ കൊണ്ടുവന്ന മുഴുവനെ സംബന്ധിച്ചും മനസ്സിലുറപ്പിച്ച് അത് നാവ് കൊണ്ട് വ്യക്തമാക്കി എന്നിട്ട് ആ കർമ്മങ്ങൾ ചെയ്യാം. വാക്കാലും കൗലാലും ഇത്തിഖാദാലുമുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യാം. ഇതിന് ഇങ്ങി നിരക്കാവുമ്പം അത് ഇസ്ലാമുമാണ്, ഈമാനുമാണ്, മുഅ്മിനുമാണ്, മുസ്ലിമുമാണ് ചെയ്യുന്നവൻ. ഇനി ഇമാം ബുഖാരി പറയുന്നത് ഈമാനും ഇസ്ലാമും രണ്ടായി മനസ്സിലാക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട്. ഇദാ ലം യകുനിൽ ഇസ്ലാമു ബാബുൻ, ഇതൊരു ബാബാണ്. ഇദാ ലം യകുനിൽ ഇസ്ലാമു, ഇസ്ലാം ആയിട്ടില്ലെങ്കിൽ, അലൽ ഹഖീഖത്തി, അത് ശർഈയായ ഹഖീഖത്തിൻ്റെ മേലായില്ല. പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് ഇസ്ലാം കാര്യത്തിൽ നിന്ന് ഒന്നാമത്തത് ഷഹാദത്ത് കലിമ രണ്ടും മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് പറയണം. അപ്പോഴേ ഷഹാദത്താവുള്ളൂ. അൻതശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് മനസ്സിലുറപ്പിച്ചുകൊണ്ട് പറച്ചിൽ വന്നില്ല. പിന്നെന്താ? വകാന, അതാ ആ ഇസ്ലാമാവുകയും ചെയ്തു. അലൽ ഇസ്തിസ്ലാമി, അനുസരണം പ്രകടിപ്പിക്കുന്നതിൻ്റെ മേലിലായി. അവിൽ ഖൗഫി മിനൽ ഖത്ൽ, അല്ലെങ്കിൽ കൊലയെ തൊട്ട് പേടിച്ചതിൻ്റെ പേരിലുള്ള ഒരു ഇസ്ലാമാണ്. ഓൻ്റെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിമാണ് എന്നോ പറയും, ഒന്നിരിക്കൽ പേടിച്ചിട്ട്. അല്ലെങ്കിൽ ലാഹിരിയായ കീഴടക്കം മാത്രം, അനുസരണം മാത്രം. ഓൻ നോൻപ് വെൽക്കും, സക്കാത്തും കൊടുക്കും, ഇസ്ലാമിൻ്റെ കോലത്തിൽ ഓൻ നടക്കും, നിസ്കരിച്ചു. പക്ഷെ ഉള്ളിലേക്ക് ഇതൊന്നും കടത്തി വിട്ടിട്ടില്ല. ഉള്ളിലേക്ക് കടത്താതെ ഒന്നിരിക്കൽ ഭയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അവൻ മുസ്ലിമായി നടക്കുകയാണ്, മുസ്ലിം പേരിൽ നടക്കുകയാണ്, മുസ്ലിം വേഷം ധരിച്ച് നടക്കുകയാണ്, മുസ്ലിമീങ്ങൾ ആചാരങ്ങൾ അവൻ ചെയ്യുകയാണ്. ഇങ്ങനെയായാൽ അതിൻ്റെ ജവാബ് കളയപ്പെട്ടതാണ്. എന്താണ്? പറയട്ടെ, തെളിവ്. ലിഖൗലിഹി തആല, ആയാൽ ജവാബ് എന്താ? ഫഹുമാ മുഗായിറാനി, ഈമാനും ഇസ്ലാമും രണ്ടും വേർതിരിഞ്ഞതാകുന്നു. ആ ഇസ്ലാം കൊണ്ട് കാര്യമില്ല, അവിടെ ഈമാനില്ല. അപ്പം മൂമിനാവാൻ ആണ് എന്ന് പറയണമെങ്കിൽ മനസ്സുറപ്പിച്ചാൽ മാത്രമേ തസ്ദീഖ് അതിൻ്റെ പ്രധാന റുക്കനാണല്ലോ.
പക്ഷെ ഇസ്ലാമിൻ്റെ കോലത്തിൽ നടക്കുമ്പോൾ ലാഹിരിയായ അമലുകളെ പറ്റിയാണ്, പ്രവർത്തനങ്ങളെ പറ്റി ഇസ്ലാം എന്ന് പറയും. ശറഈന്റെ കാഴ്ചപ്പാടിൽ തന്നെ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. മുനാഫിഖിനുക്ക് അതുപോലെയുള്ള ആളുകൾക്ക് ഇസ്ലാമിൻ്റെ വിധികൾ അവരുടെ മേൽ ബാധകമാക്കും ലാഹിർ കൊണ്ട്. ലാഹിർ ഒരാൾ മുസ്ലിമാണെന്ന് പറഞ്ഞു വന്ന അതേ മുസ്ലിം തന്നെയാണ്. അവർക്ക് സ്വത്തവകാശം കൊടുക്കും, അവനോട് സലാം പറയും, അവർക്ക് ഇസ്ലാം മരിച്ചാൽ അവൻ്റെ പേര് നിസ്കരിക്കും, രോഗിയെ സന്ദർശിക്കാൻ പോകും, ഇസ്ലാമിൻ്റെ വിധികൾ അവനിക്കുണ്ടാകും. മുനാഫിഖീങ്ങളെ മാതിരി തന്നെ. പക്ഷേ അത് അവനെ രക്ഷപ്പെടുത്തുന്നതല്ല. ഈ നിലക്കുള്ള ഈമാനും രണ്ടും രണ്ടാണ്, വ്യത്യസ്തമായതാണ്. തെളിവ് ജവാബ് കളയപ്പെട്ട ഇതാണ്. ഫൗമാ ഈമാനും ഇസ്ലാമും മുഗായിറാനി പരസ്പരം വൈരുദ്ധ്യമായതാണ്, അത് രണ്ടും ഒന്നല്ല. ലിഖൗലിഹി തആല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൗലിന് വേണ്ടി രണ്ടും രണ്ടല്ല എന്ന് പറഞ്ഞത്. രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണെന്ന് പറയുന്നത് ലിഖൗലിഹി തആല അല്ലാഹു തആലാന്റെ ഖൗലിന് വേണ്ടി. എന്താണ് അല്ലാഹുവിൻ്റെ ഖൗല്? ഖാലത്തിൽ അഅറാബു ആമന്നാ ഖുൽ ലം തുമിനു വലാകിൻ ഖൂലു അസ്ലംനാ. കണ്ടോ, അഅറാബ് പറഞ്ഞു ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ മൂമിനീങ്ങളായി. ആമന്ന, ഞങ്ങൾ മൂമിനീങ്ങളായി. കുൽ, തങ്ങൾ പറയുക, ലം തൂമിനു, നിങ്ങൾ മൂമിനീങ്ങളായിട്ടില്ല. വലാകിൻ, എങ്കിലും കൂലു, നിങ്ങൾ പറഞ്ഞോളി, അസ്ലംന, ഞങ്ങൾ മുസ്ലിമീങ്ങളായി എന്ന് പറഞ്ഞോളി. ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾക്ക് ഞങ്ങൾ ലാഹിർ പ്രകാരം അനുസരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞോളി. കാരണം നിങ്ങൾ മനസ്സിൽ ഈമാനില്ല, അതുകൊണ്ട് നിങ്ങൾ മൂമിനീങ്ങളാണ് എന്ന് പറയരുത്. ആമന്ന നിങ്ങൾ പറയണ്ട, ആഗ്രഹങ്ങൾ മനസ്സിലില്ലല്ലോ. കാരണം ഈ ആയത്തിൽ വ്യക്തമാണ് ഈമാനും ഇസ്ലാമും രണ്ടും രണ്ടാണ്. കാരണം അവർക്ക് ഉള്ളിൽ ഈമാനില്ലാത്ത ആളുകൾ ആമന്ന എന്ന് പറഞ്ഞൂടാ. ലാഹിരിയായെങ്കിൽ യാതുള്ളത് കൊണ്ടിട്ട് അസ്ലംന എന്ന് പറയാ. അപ്പം ഈമാനും ഇസ്ലാമും രണ്ടും രണ്ടായി ഈ സ്ഥലത്ത്. ഫൈദാ കാന അലൽ ഹഖീഖത്തി, ഫൈദാ കാന, ഇനി ഇസ്ലാമായാൽ അലൽ ഹഖീഖത്തി, ശറയ്യായ ഹഖീഖത്തിൻ്റെ മേലിലായാൽ, മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറഞ്ഞും കൊണ്ട് അവന് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ മുഴുവനും അവൻ വിശ്വസിച്ചു. അവൻ്റെ ഉള്ളിൽ അതെല്ലാം തസ്ദീഖാക്കി, അതോട് കൂടെ കർമ്മങ്ങളും ചെയ്താൽ ഫഹുവ അലാ ഖൗലിഹി ജല്ല ദിക്റുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൗലിൻ്റെ മേലിലാണ്. എന്താണ് അല്ലാഹു തആലാന്റെ ഖൗല്? അവിടെ ജല്ല ദിക്റുഹു എന്നാണ്. ചില സമയത്ത് അലാ ഖൗലിഹി തആല എന്നറിയും. ഇവിടെ തന്നെ ചില നുസ്ഖയിൽ അലാ ജല്ല ദിക്റുഹു തആല എന്നുണ്ട്. ഒരു കാരണവശാലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് പറയുമ്പം സ്വലാത്ത് ചെല്ലുന്ന മാതിരി അള്ളാഹുവിൻ്റെ പേര് പറയുമ്പം സുബ്ഹാനഹു വ തആല, ജല്ല ദിക്റുഹു, ജല്ല ജലാലു, ഇങ്ങനെയുള്ളത് കൂട്ടിയേ പറയാൻ പാടുള്ളൂ എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതാണ് അദബ്. ഒരിക്കലും അള്ളാഹ് എന്ന് മാത്രം പറഞ്ഞുകൂടാ. അള്ളാഹു തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു ജല്ല ജലാലു പോലെയുള്ള പ്രയോഗങ്ങൾ പ്രയോഗിക്കണം. അതാണ് ഇമാം ബുഖാരി പഠിപ്പിക്കുന്നത്. അലാ കൗലിഹി, അഹിയന അള്ളാണ്, അല്ലാഹു തആല എങ്ങനെയുള്ള അല്ലാഹു ആണ്. ജല്ല ദിക്റുഹു, അവൻ്റെ പേര്, അവൻ്റെ പറച്ചിൽ വളർമ്മയായിരിക്കുന്നു. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇന്നദ്ദീന തീർച്ചയായും പരിശുദ്ധ ദീൻ, ഇൻദല്ലാഹ് അല്ലാഹുവിൻ്റെ അടുക്കലുള്ള പരിശുദ്ധമായ അംഗീകരിച്ചതായ ദീന് അൽ ഇസ്ലാമു ഇസ്ലാമാണ്. അവിടെ അദ്ദീൻ എന്ന് പറയുന്നത് അദ്ദീൻ ഈമാനെ സംബന്ധിച്ച്, അനുസരണത്തെ സംബന്ധിച്ച്, പെരുമാറ്റത്തെ സംബന്ധിച്ച് പൊതുവെ പറഞ്ഞാൽ മതം എന്നും അർത്ഥം വെക്കാം. എല്ലാ നിലക്കും ഉള്ളിലുറപ്പിച്ച് വ്യക്തമായ മനസ്സിൽ വിശ്വാസവും അതോടനുസരിച്ച് അമൽ ചെയ്യുന്നയും കാര്യങ്ങൾ, അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകരിച്ചപ്പെട്ട യഥാർത്ഥ വിശ്വാസവും യഥാർത്ഥ കർമ്മങ്ങളുമായി അംഗീകരിക്കപ്പെടുന്നത് അൽ ഇസ്ലാമു ഇസ്ലാമു മാത്രമാണ്.
അവിടെ എന്ത് ചെയ്തു? ദീനും ഇസ്ലാമും ഒന്നാണ്. ദീൻ പറഞ്ഞാൽ എന്താ? ഈമാൻ തന്നെയാണ്, ഈമാൻ ഉൾക്കൊള്ളുന്ന കാര്യമാണ്. അപ്പോൾ ആ ആയത്തിൽ പറഞ്ഞ മാതിരി ഹക്കീക്കത്തിൻ്റെ മേലുള്ള ഇസ്ലാമാകുമ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് ഈമാനിൻ്റെ ഭാഗങ്ങളാണ്, ശോഭകളാണ് എന്ന് നാം പറഞ്ഞു കൊണ്ടുവന്നത്. എന്നല്ലാതെ മനസ്സിൽ വിശ്വാസമില്ലാതെ ഒരാൾ ഇസ്ലാമിൻ്റെ കോലം കെട്ടിയത് കൊണ്ടോ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തത് കൊണ്ടോ മാത്രം അവനെ സംബന്ധിച്ച് മൂമിൻ എന്ന് പറഞ്ഞുകൂടാ. ومن يبتغي غير الإسلام دينا فلن يقبل منه. ഇമാം ബുഖാരി ഇസ്ലാമും ഈമാനും ഒന്നാണ്, അത് ഹക്കീക്കത്തിൻ്റെ മേലായാൽ എനിക്ക് രണ്ടാമത്തെ ആയത്ത് ഓതുകയാണ്. فإذا كان على الحقيقة فهو على قوله جل ذكره إن الدين عند الله الإسلام. وراءت ومن يبتغي غير الإسلام دينا فلن يقبل منه. ആരെങ്കിലും ഇസ്ലാമല്ലാത്തതിനെ ദീനായി അംഗീകരിച്ച ദീനായി തേടിയാൽ അതിനെ സ്വീകരിക്കപ്പെടൂല മിൻഹു അവൻ്റെ വക്കൽ നിന്ന്. അപ്പം ദീനായിട്ട് ഇസ്ലാമല്ലാത്തത് ഒരിക്കലും സ്വീകരിക്കൂല. അപ്പം സ്വീകരിക്കപ്പെടുന്ന മതമായ ഇസ്ലാം, സ്വീകരിക്കപ്പെടുന്ന ദീനായ ഈമാനായ ഇസ്ലാം, അങ്ങനെയാണ് ഇമാമിങ്ങളെ തഹ്രീർ ചെയ്തിട്ടുള്ളത്. അത് മാത്രമേ അംഗീകരിക്കുള്ളൂ. അപ്പോൾ ഇസ്ലാം മാത്രമേ അംഗീകരിക്കുള്ളൂ എന്ന് പറയുന്ന ഇസ്ലാമാണ് ശർഈയായ ഹഖീഖിയായ ഈമാൻ. അതല്ലാത്ത ഈമാൻ, അയറാബ് എന്ന് പറയുന്നത് ബദുക്കളെ പറ്റി പറയുന്ന വാക്കാണ്. ഇമാം സമഖ്ശരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, കാലത്തിൽ അയറാബു എന്ന് പറഞ്ഞാൽ ബദുക്കൾ പറഞ്ഞു എന്നാണ്. ആ ബദുക്കൾ, ആ അയറാബു എന്ന വാക്കിലേക്ക് ഏകവചനമില്ല. അതാണ് ഒരാളെ സംബന്ധിച്ച് പറയാൻ അയറാബിയ് എന്ന് പറയും. അറാബിലേക്ക് നിസ്ബ ചെയ്തിട്ട് ജമ്മിലേക്ക് പൊതുവെ നിസ്ബ ചെയ്യൂല. പക്ഷെ ഒരാളെ കിട്ടാൻ വേണ്ടി അയറാബി എന്ന് നിസ്ബ ചെയ്യുള്ളൂ, കാരണം ആ വാക്കിനേക്ക് ഏകവചനമില്ല. പിന്നെ അറബ് എന്നതിൻ്റെ ജമ്മല്ല അയറാബു എന്ന് പറയുന്നത്. അറബ് എന്ന് പറയുന്നത് ഇസ്മു ജിൻസിൻ്റെ ഇസ്മാണ്, ഒരു വർഗത്തിനക്ക് പറയുന്ന പേരാണ്, ഇസ്മു ജിൻസാണത്. അതിന് ജമ്മില്ല. റജുല് എന്നെല്ലാം പറയുന്ന പാരിലുള്ള ഇസ്മു ജിൻസാണത്. സുമിയത്തിൽ അറബു ലിഅന്നഹു നശഅ ഔലാദു ഇസ്മാഈൽ അലൈഹിസ്സലാം ബി അർബത്തിൻ വഹുവ മിൻ തിഹാമ. മക്കയിലുള്ള ഒരു ഭാഗമാണ് അർബ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് അറബ് എന്ന പേര്, അറബ് എന്ന പേര് അവിടെ വന്നത്, അറബയിൽ താമസിച്ചവർ. പിന്നെന്ത് ചെയ്തു അവർ? പിന്നെ അറബി സംസാരിക്കുന്ന നാടുകളിൽ താമസിക്കുന്നവർ മുഴുവൻ, യമൻ അടക്കവും മുഅദ് അടക്കവുമുള്ള എല്ലാ സ്ഥലത്തും അവർ താമസിക്കുന്നവർ മുഴുവനും അവരെ സംബന്ധിച്ച് എന്ത് പറയും? അറാബ് എന്ന് പറയും. അറബി സംസാരിക്കുന്നവരെ സംബന്ധിച്ച് അറബികൾ എന്ന്, അറാബല്ല, അറബികൾ എന്ന് പറയും. അറബിയിലേക്ക് നിസ്ബയിട്ട്, അറബത്തിലേക്ക് നിസ്ബയാണ്. അറബത്തിൽ നിന്നാണ് അറബ് വന്നത്, അതിലേക്ക് നിസ്ബയിട്ടാണ് അറബി എന്ന് പറയുന്നത്. അറാബ് എന്ന് പറയുന്നത് അത് സ്വന്തം ഒരു വാക്കാണ്, അതിന് ഏകവചനമില്ല. അപ്പോൾ അവരോട് വന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന ബനു അസദ് കബീലയിൽപ്പെട്ട ഒരു വിഭാഗമാണ്. അവർ മദീനയിൽ വന്നു, പല ഫിത്നകളും അവരുണ്ടാക്കി, അവർ കുറേ സമ്പത്ത് വേറ്റ് വന്നു. മക്കളും കുടുംബം ഒന്നായിട്ട് നബി തങ്ങളടുത്ത് വന്നു, ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല, ഞങ്ങൾ പുരോഗതിക്ക് വേണ്ടി വന്നവരാണ്, ഞങ്ങൾക്കും സക്കാത്തിൽ നിന്ന് വിഹിതം തരണം എന്നവർ പറഞ്ഞു. യഥാർത്ഥത്തിൽ അവർ കള്ളന്മാരായിരുന്നു. അവർ മദീന ഒന്നായിട്ട് കവനിരയിലെ വഴികളെല്ലാം കാഷ്ടിച്ചത് വൃത്തികേടാക്കി. ഇങ്ങനെ പല ഉപദ്രവവും അവർ ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് കാലത്തിൽ അറാബു ആമന്ന കൊല്ലം തോമിനു ഒലാക്കിൻ കൂലു അസ്ലംന എന്നായത്തിറങ്ങുന്നത്. അപ്പോൾ എന്തായാലും ആ ആയത്തിൽ വളരെ നാം ചിന്തിച്ച് നോക്കിയാൽ വളരെ വ്യക്തമാണ്, ഈമാനും ഇസ്ലാമും രണ്ടും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. രണ്ടും ഒന്നാണെന്ന് പറയുന്നത് ഈമാൻ്റെ ഭാഗമാണ് ഇസ്ലാമെന്നും ഇസ്ലാമിൻ്റെ ഭാഗമാണ് ഈമാനെന്നും, അത് രണ്ടും ഒന്നാണെന്ന് പറയുന്നത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ച നിലക്ക് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ശർഈയായ ഭാഷ കൊള്ളുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കലോട് കൂടെ, വിശ്വസിക്കലോട് കൂടെ, മനസ്സുകൊണ്ട് സമ്മതിക്കലോട് കൂടെ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ അനുസരിക്കുക. ഇതാണ് രണ്ട്. ഈമാനുമാണ്, അത് ഇസ്ലാമുമാണ്. അർത്ഥം വെക്കുമ്പം അല്ലെങ്കിൽ രണ്ടും രണ്ടാണ്.
ഇവിടെ ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയം, ചില ത്വരീഖത്തിൻ്റെ ആളുകൾ അവർ പറയും ഞങ്ങൾ ഈമാനും ഇസ്ലാമും രണ്ടും രണ്ടാണ്, ത്വരീഖത്ത് അംഗീകരിക്കാത്തവര് മുസ്ലിമേ ആവുള്ളൂ, മൂമിനാവൂല. അത് ഇമാം ബുഖാരിയോ നമ്മളെ ഇമാമിങ്ങളോ ആരും പറയുന്നൊരു വാദമല്ല. ഇനി രണ്ടും രണ്ടാണെന്ന് പറഞ്ഞാലും അതല്ല. അവർ പറയും നിങ്ങൾ ലാഹിറു ശരീഅത്തിൻ്റെ ആളുകൾ മുസ്ലിമീങ്ങളാണ്, നിങ്ങൾക്ക് മൂമിനാവണമെങ്കിൽ ത്വരീഖത്ത് അംഗീകരിച്ചാലേ ആവുള്ളൂ, നിങ്ങൾ സ്വർഗത്തിൻ്റെ ലാഹിറിൽ കിടക്കുന്നവരാണ്, നിങ്ങളെ മേൽ നിസ്കരിക്കപ്പെടും, മയ്യത്ത് നിസ്കരിക്കപ്പെടുന്നവരാണ്, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. പക്ഷെ നിങ്ങൾ ആരല്ല, മൂമിനാവൂല, മൂമിനാകുന്ന ത്വരീഖത്ത് വേണം. അങ്ങനെ ഈമാനും ഇസ്ലാമും യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ദീൻ അനുസരിച്ച് ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും മുഴുവനും പാലിക്കുന്ന ആളുകളെ പോലും ഒരു മൂമിനല്ല എന്നാണ് നിഷേധിക്കും. അത് ഏറെ പോയി അവർ പറയാനുള്ളത് അവരവർ ശൈലിയാണ്. പക്ഷെ ഇമാമിങ്ങൾക്ക് ആർക്കും അതറിയില്ല. ഇമാമിങ്ങൾ പറയുന്നത് അതല്ല. ഒരാളിഞ്ഞ് പോലെ ഭാഷ പറയാൻ ദോഷം ചെയ്തു എന്ന് വെക്കുക, എന്നാൽ പോലും മൂമിനല്ല എന്ന് പറയാൻ പറ്റുമോ ഈമാണ്ടായി കഴിഞ്ഞാൽ? ഒരിക്കലും അത് ശരിയല്ല. ആ പറയുന്നത് അവർക്ക് ഈ ഇമാമിങ്ങളുടെ തർക്കങ്ങൾ എന്താണെന്ന് വ്യക്തമാവാത്തത് കൊണ്ടാണ്. വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. വബിഹി ഖാല ശൈഖുൽ ഇമാമുൽ ഹാഫിളു അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റഹിമഹുല്ലാഹു തആല വനഫഅനാ ബിഉലൂമിഹി. ഹദ്ദസനാ അബുൽ യമാൻ قال أخبرنا شعيب عن الزهري قال أخبرنا عامر بن سعد بن أبي وقاص عن سعد رضي الله عنه أن رسول الله صلى الله عليه وسلم أعطى رهتا وسعد جالس فترك رسول الله صلى الله عليه وسلم رجلا هو أعجبهم إلي فقلت يا رسول الله ما لك عن فلان فوالله إني لأراه مؤمنا فقال أو مسلما فسكت قليلا ثم غلبني ما أعلم منه فعدت لمقالتي فقلت ما لك عن فلان فوالله إني لأراه مؤمنا فقال أو مسلما فسكت قليلا ثم غلبني ما أعلم منه فعدت لمقالتي وعاد رسول الله صلى الله عليه وسلم ثم قال يا سعد إني لأعطي الرجل وغيره أحب إلي منه خشية أن يكبه الله في النار. حدثنا أبو اليمان അബുൽ യമാൻ എന്നവർ നമുക്ക് ഹദീസ് പറഞ്ഞു തന്നു. അബുൽ യമാനാണ്. ഈ ഹദീസിൻ്റെ സനദുകളിൽ 5 ആളുണ്ട്. ഒന്ന് അബുൽ യമാൻ, ഒരു ചരിത്രം മുമ്പ് നാം പറഞ്ഞു പോയിട്ടുണ്ട്. രണ്ടാമത്തേത് ഷുഐബ് ബിൻ അബി ഹംസ അൽ അമവി, അവരുടെ ചരിത്രം കഴിഞ്ഞു പോയിട്ടുണ്ട്. മൂന്നാമത്തേത് മുഹമ്മദ് ബിൻ മുസ്ലിം സുഹരി, ഇമാം സുഹരി, അതും പറഞ്ഞു പോയതാണ്. നാലാമത്തെ ആമിർ ബിൻ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ ആമിർ എന്നവർ, അവർ ഖുറൈശിയാണ്, സുഹരിയാണ്. ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വക്കാസിൻ്റെ ശിഷ്യനാണ്. ഇവിടെ പറഞ്ഞ മാതിരി തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള മഹാന്മാരായ ധാരാളം സഹാബികളൊക്കെ നിന്ന് ഹദീസ് പറഞ്ഞിട്ടുണ്ട്. താബിഈയാണ്. അതുപോലെ അവരുടെ ശിഷ്യന്മാരുടെ ഗണത്തിൽ പ്രധാനപ്പെട്ടവരാണ് സഅദ് ബിൻ അൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, നമ്മൾ സുഹരി ഇമാം, ഇബ്നു ശിഹാബ് എന്ന സുഹരി ഇമാം, അതുപോലെ ധാരാളം ആളുകൾ അവരെ തൊട്ട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. അവർ സിക്കത്താണ്, ധാരാളം ഹദീസ് റിപ്പോർട്ട് ചെയ്തവരാകുന്നു. 103 അല്ലെങ്കിൽ ഹിജ്റ 105 അവിടെ വഫാത്തുള്ളത്. മദീനയിലാണ് മറവട്ട് കിടക്കുന്നത്. എല്ലാ ഇമാമിയങ്ങളും അധിക ഇമാമിങ്ങളും അവരെ തൊട്ട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയുള്ള ആളാണ് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ. അഞ്ചാമതായി ഹദീസിന്റെ റാവിയായിട്ട് വരുന്ന സ്വഹാബി ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. അബി വഖാസ് എന്നാ പറയാം. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുമ്പോൾ അവർക്ക് 23 വയസ്സാണ്, അല്ലെങ്കിൽ 24 23 27 അഭിപ്രായമുണ്ട്. അവർ മുസ്ലിമാകുമ്പോൾ അവർക്കുള്ളത് 17 വയസ്സ് അല്ലെങ്കിൽ 19 വയസ്സ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അവർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്. അവർ മുസ്ലിമാകുമ്പോൾ താടിയൊന്നും മുളക്കാത്ത ചെറുപ്പക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു തമ്മിൽ 2 നിലക്ക് കുടുംബബന്ധമുണ്ട്. ഉമ്മ വകവായിട്ട് കുടുംബബന്ധമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവായ ആമിന റളിയല്ലാഹു അൻഹയും സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അബി വഖാസ് എന്ന് പറയുന്ന പേര് മാലിക് എന്നാണ്. ഈ മാലിക് എന്ന അബൂ വഖാസ് എന്നവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ആമിന റളിയല്ലാഹു അൻഹയും അവർ രണ്ടാളും എളാപ്പ മൂത്താപ്പ മക്കളിൽ അമ്മോവന്മാരാണ്. ആങ്ങളെയും പെങ്ങളുമാണ്. ആങ്ങളെയും പെങ്ങളുമാണ് അവർ രണ്ടാളും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മാൻ്റെ എളാപ്പയാണ് ബഹുമാനപ്പെട്ട മാലിക് എന്നവർ. ഉമ്മാൻ്റെ ആങ്ങള ഞാൻ പറഞ്ഞു പേക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മാൻ്റെ ആങ്ങളയാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവായ അബൂ വഖാസ് എന്ന മാലിക് എന്നവർ. അവരുടെ മകനാണ് സഅദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സഅദ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ പറഞ്ഞു, ഇത് എൻ്റെ അമ്മാവനാണ്, എൻ്റെ ഖാലാണ്. നിങ്ങളാരെങ്കിലും ഇതുപോലെയുള്ള ഒരു അമ്മാവനെ എനിക്ക് കാണിച്ചു തരൂ. ഇതുപോലെയുള്ള പവറുള്ള അമ്മാവൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ, ഖാൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നബി തങ്ങളെ സഅദ് ഇബ്നു അബി വഖാസ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിലെ 4ാമത്തെ ആൾ ഞാനാണ്. ഞാനടക്കം 4 ആളുണ്ടായിരുന്ന കാലം, ഇസ്ലാം 4 സമയത്തുള്ള ആളാണ് ഞാൻ. അതായത് 4ാമതായ മുസ്ലിമായ ആളാണ് മഹാനവർകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ തന്നെ സഹവസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ പലപ്പോഴും നബി തങ്ങളെ വക്കൽ നബി തങ്ങൾക്ക് കാവൽക്കാരനായി നിന്ന ചരിത്രം വളരെ വിശാലമാണ്. അവരുടെ ജീവചരിത്രം തന്നെ വലിയ ഏടാണ്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു മഹാനവർകളാണ് ഇറാൻ കീഴടക്കിയ ഖാദിസിയ യുദ്ധത്തിലും ഇറാനിലുമെല്ലാം ഈ നേതൃത്വം വഹിച്ചിരുന്നത്. അതിൻ്റെ ശേഷം കൂഫയിൽ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖലീഫയായി അവിടെ നിന്ന് പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖലീഫ എന്നല്ല, ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഗവർണറായിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട്. കുറേ കാലം അവിടെ നിന്നിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഭരണാധികാരിയായിരുന്നു ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ധാരാളം മദ്ഹുകളുള്ള അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ടവർ മദീനയിലെ റസൂലുള്ളാഹി തങ്ങൾ ഹറമായി നിശ്ചയിച്ചപ്പോൾ അവിടുത്തെ പുല്ലുകൾ പറിക്കരുത്, അവിടുത്തെ മൃഗങ്ങളെ വേട്ടയാടരുത് എന്ന നിയമം വന്നതിന് ശേഷം അതെല്ലാം നോക്കാൻ റസൂലുള്ളാഹി തങ്ങൾ ഏൽപ്പിച്ചത് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. വലിയ കുതിര ഫാരിസാണ് മൂപ്പർ. കുതിരൻ്റെ മുകളിൽ കയറി ചെയ്യാൻ പറ്റുന്ന എല്ലാ അഭ്യാസങ്ങളും ചെയ്യുന്ന ആളാണ്. എല്ലാത്തിനും ധീരതയുടെ ഒരു പര്യായമാണ് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കൂഫയിലെ ഗവർണറായ സമയത്ത് അവരെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി
ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓരോരുത്തരെ പറ്റിയും അങ്ങനെ ഉമർ ഖത്താബ് വലിയ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്തിയവരാണല്ലോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഓരോരോ ഗവർണർമാരെ പറ്റിയും അന്വേഷിക്കാൻ വേണ്ടി ആളുകൾ ചെറിയ പരാതി കിട്ടിയാൽ തന്നെ അത് രഹസ്യമായി അന്വേഷിക്കൽ പതിവാണ്. അങ്ങനെയുള്ള ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ആളെ വിട്ടപ്പോൾ അവർ പോയി അന്വേഷിച്ചോടത്തെല്ലാം നല്ല അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പള്ളിയിൽ പോയി സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അന്വേഷിച്ചപ്പോൾ ഉസാമത്ത് ബിൻ ഖത്താദ എന്ന് പറയുന്ന ഒരാൾ അയാൾ പറഞ്ഞു, സഅദ് ഇബ്നു അബി വഖാസ് നീതിമാനല്ല, ഭരണത്തിൽ വല്ലാതെ വീഴ്ചകൾ വരുത്തുന്നവരാണ്, നിസ്കാരത്തിൽ പകപ്പിയവ് വരുത്തുന്നവരാണ്. അങ്ങനെ കുറേ പരാതികൾ പറഞ്ഞു. ആ പരാതി പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു സഹാബത്തിൻ്റെ കൂട്ടത്തിൽ മുസ്തജാബുദ്ദുആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത് കൊടുത്തതാണ് സഅദ് ഇബ്നു അബി വഖാസിൻ്റെ ദുആകളെ നീ സ്വീകരിക്കണേ എന്ന്. അങ്ങനെ പല ഘട്ടങ്ങളിലും സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുകയും ആ ദുആക്ക് ഇജാബത്ത് കിട്ടും. ദ്വാരനാബി റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തതാണ്. എന്ത് ദ്വാരനാലും ഇജാബത്ത് കിട്ടുന്ന ആളാണ്. പക്ഷെ ഇന്നത്തെ കാലം അല്ലാത്തത് ഭാഗ്യം. ഇന്നാണെങ്കിൽ പിന്നെ ദ്വാരിപ്പിക്കാൻ വേണ്ടി പിന്നാലെ ആട് കൂടി ഒരു സൂം കൊടുക്കൂല. ദുആ സമ്മേളനം കൊണ്ട് ദുആ സമ്മേളനം തന്നെ ആയിരിക്കും. പക്ഷെ അന്നത്തെ കാലം അങ്ങനെയല്ലല്ലോ. അതിൻ്റെ അർത്ഥം അവർ ദുആ ചെയ്യലില്ല എന്നല്ല. പക്ഷെ അത് മുതലെടുപ്പെടുത്താൻ വേണ്ടി ദുനിയാവിൻ്റെയോ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മുതലെടുപ്പെടുത്താൻ വേണ്ടി ബൈച്ചിൽ കൂടുന്ന കാലമല്ല അത്. അതുകൊണ്ട് തന്നെ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഉസാമത്ത് ബിൻ ഖത്താദ എന്ന് പറയുന്ന ആ വ്യക്തി വല്ലാതെ ആക്ഷേപമുയർത്തിയപ്പോൾ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ദുവന്ന ബിസലാസിൻ, ഞാൻ 3 കാര്യം കൊണ്ട് ഞാൻ ദുആ ചെയ്യും അയാൾക്ക്. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ ഇൻ കാന അബ്ദുക ഹാദാ കാദിബൻ ഖാമ റിയാഅൻ വസുംഅതൻ ഫഅത്തിൽ ഉംറ. ഒന്നാമത്തെ ദുആണത്. അല്ലാഹുവേ, നിന്റെ ഈ അടിമ അയാൾ കള്ളം പറയുന്നതാണ് എന്നെ പറ്റിയെങ്കിൽ, അയാളത് കേളിക്കും പ്രസക്തിക്കും വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് നിനക്കറിയാമെങ്കിൽ അയാൾക്ക് ദീർഘായുസ് കൊടുക്ക് പടച്ചോനെ. വഅത്തിൽ ഫഖറഹു, അയാളെ ദാരിദ്ര്യം നീട്ടിക്കൊടുക്ക അല്ലാഹുവേ. വഅർദിലുഹു ബിൽ ഫിതൻ, അയാളെ ഫിത്നകളെ കൊണ്ട് നീ ആ മാനം കെടുക്കണേ. ഫിത്നകളെ കൊണ്ട് അയാളെ മാനം കെടുക്കണം, അയാൾ അന്തസ് കളയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. ആ ദുആ ചെയ്തതിൻ്റെ ശേഷം അയാൾ വല്ലാതെ ദാരിദ്ര്യത്തിലായി വയസ്സ് നീണ്ടു കിടക്കുകയും ഈ ദുആന്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മാലിക് എന്നവർ പറയുന്നുണ്ട്, ആ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ പുരി ഹാജിബ്, കണ്ണിൻ്റെ മേലെ പോള ഒന്നായിട്ട് നീണ്ട് കണ്ണിലേക്ക് ഇറങ്ങിയതായിട്ട് വയസ്സ് കാരണമായിട്ട് കണ്ണ് കാണാത്തൊരവസ്ഥ. അദ്ദേഹത്തിൻ്റെ ഹാജിബ് കണ്ണിലേക്ക് വീണതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതങ്ങോട്ട് തൂങ്ങിയിട്ട് കണ്ണ് കാണാതെ വല്ലാതെ ഇടങ്ങറാവുന്ന അവസ്ഥ. അതോടുകൂടെ ദാരിദ്ര്യം പറയേണ്ടതില്ല. അതോടുകൂടെ അദ്ദേഹത്തിനിക്ക് ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് ഏത് പെണ്ണുങ്ങളെ കണ്ടാലും ഏത് സ്ത്രീകളെ കണ്ടാലും അദ്ദേഹം ആ മനുഷ്യൻ അവരെ സംബന്ധിച്ച് എന്തെങ്കിലും പെണ്ണുങ്ങളോട് പറയാൻ പറ്റാത്ത വാക്കുകൾ പറഞ്ഞ് അങ്ങനെ അദ്ദേഹം മാനം കെടലായിരുന്നു. പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സഅദിൻ്റെ ദുആ ഫലിച്ചതാണ് എൻ്റെ നാശം എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു ദുആകൾ പലതുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ദുആ ചെയ്തു. അവർക്ക് ധാരാളം മക്കളുണ്ട്. പല ഭാര്യമാരിലായിട്ട് 18 ആൺമക്കളും 18 പെൺമക്കളുമുണ്ട്. ഒരു ദുആ ചെയ്തു, പടച്ചോനെ, എൻ്റെ മക്കളെല്ലാം വലിയവരായി പ്രായപൂർത്തിയായി സ്വയം ജീവിക്കാനുള്ള അർഹതയാകുന്നത് വരേക്കും എന്നെ മരിപ്പിക്കല്ലേ. സഅദ് റളിയല്ലാഹു അൻഹു അവരുടെ 79ാമത്തെ വയസ്സിലാണ് മക്കളെല്ലാം വലിയവരായതിന് ശേഷമാണ് വഫാത്താകുന്നത്.
വഫാത്താകുന്നത് മദീനയുടെ തൊട്ടടുത്തുള്ള നമ്മൾ അബയാർ അലി ഹുദുലുലീഫൻ്റെ അടുത്തുള്ള അഖീഖ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് വഫാത്താവുകയും ചെയ്തത്. അവർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിൻ്റെ ശേഷം കൊലയുടെ ശേഷം മഹാനവറുകൾ ഫിത്നയിൽ നിന്നെല്ലാം മാറി നിന്ന് അവർക്കുള്ള ഒരു തോട്ടത്തിൽ അഖീഖ് എന്ന സ്ഥലത്ത് ഒരു തോട്ടത്തിൽ സ്വന്തമായ ജീവിതത്തിലായിരുന്നു. ആരിലേക്കും ഇടപെടാതെ, ഒന്നിലും ഇടപെടാതെ സ്വയമായുള്ള ജീവിതമായിരുന്നു അവർക്ക്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫമാരായി നിശ്ചയിക്കാൻ പറഞ്ഞ 6 ആളുകളിൽപ്പെട്ട ഒരാളാണ്. ഷൂറൻ്റെ അഹ്ലുകാരിൽപ്പെട്ട ഒരാളാണ് സയ്യിദുനാ അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ചില ആളുകൾ ആക്ഷേപിക്കലുണ്ട് സയ്യിദുനാ അബീ വഖാസിനെ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അമീർ സ്ഥാനം ഒഴിവാക്കി അവിടെ നിന്ന് പിൻവലിച്ചില്ലേ? അമീർ സ്ഥാനം ഒഴിവാക്കി പിൻവലിച്ചെങ്കിലും ഖലീഫയാവാൻ യോഗ്യനാണെന്ന് പറഞ്ഞ ആളുകൾപ്പെട്ട ഒരാളാണ്. അതിൽ തന്നെ മനസ്സിലാക്കാം ശർഈയായ കാരണം കൊണ്ടല്ല ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ സ്ഥാനം ഒഴിവാക്കിയത്. അതൊക്കെ ഭരണത്തിൻ്റെ ട്രിക്കായിരുന്നു ആ ഒഴിവാക്കൽ എന്നല്ലാതെ ആക്ഷേപം കൊണ്ടോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർക്ക് എന്തെങ്കിലും തകരാറ് കണ്ടതോ അല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഖലീഫമാരുടെ കൂട്ടത്തിൽ ഖലീഫയാവാനും നിശ്ചയിച്ച 6 ആളെ കൂട്ടത്തിൽ ഏർപ്പെടുത്തുമായിരുന്നില്ല. അവസാന കാലം സഅദ് റളിയല്ലാഹു അൻഹു ധാരാളം സമ്പത്തുകൾ ഉണ്ടായിരുന്നു. 2,50,000 ദിർഹം അവർ ഒഴിവാക്കിയതുണ്ടായിരുന്നു. കൊല്ലം അവർ സക്കാത്തായി കൊടുക്കുന്നത് തന്നെ അന്നത്തെ കാലത്ത് 5,000 ദിർഹമാണ്. നല്ല ഐശ്വര്യത്തിലും നല്ല ഗിനയിലുമാണ് അവർ അവസാന കാലം ജീവിച്ചിരുന്നത്. അഖീഖിൽ നിന്ന് വഫാത്തായി മദീനയിലേക്ക് ജനാസ ജനങ്ങളുടെ ചുമലിൽ ഏറ്റിയും കൊണ്ട് മദീനയിൽ വന്ന് വരികയും അന്നത്തെ ഗവർണർ അവരുടെ മേൽ മയ്യിത്ത് നിസ്കരിക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹും ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് സഅദിൻ്റെ മയ്യിത്ത് നിസ്കരിക്കണം. അങ്ങനെ പള്ളിയിൽ കൊണ്ടുവന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ വെച്ച് കൊടുക്കുകയും ആ ജനാസൻ്റെ മുന്നിൽ വെച്ച് ബഹുമാനപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ അവിടെ വരെ നിസ്കരിക്കുകയും ചെയ്തു. ഇതാണ് നമ്മൾ പറയുന്നത്, മരണപ്പെട്ടു പോയ മഹാന്മാരുടെ പേരിൽ സ്ത്രീകൾക്ക് മയ്യിത്ത് നിസ്കരിക്കാം. പുരുഷന്മാരുണ്ടാകുമ്പോൾ സ്ത്രീകൾക്ക് മയ്യിത്ത് നിസ്കാരം ഫർള് കിഫായ എന്ന് പറയുന്ന ഫർള് എന്ന ഖിതാബ് അവരോടില്ല. പക്ഷേ അവർക്ക് നിസ്കരിക്കൽ സുന്നത്താണ്. പുരുഷന്മാരില്ലാതിരിക്കുമ്പോഴാണ് പെണ്ണുങ്ങളോട് ഫർള് കിഫായയുടെ ഖിതാബുള്ളൂ. അത് ഇന്നും എന്നും നിയമം അത് തന്നെയാണ്. സ്ത്രീകൾക്ക് ശാഫിഈ മദ്ഹബ് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ആണുങ്ങൾ ഉണ്ടാകുമ്പോൾ മയ്യിത്ത് നിസ്കാരം സുന്നത്താണ്. ആണുങ്ങളില്ലെങ്കിൽ സ്ത്രീകൾക്ക് മയ്യിത്ത് നിസ്കാരം ഫർള് കിഫായയാണ്. അതുകൊണ്ട് തന്നെ ഫർള് കിഫായൻ്റെ ആളുകളായ പുരുഷന്മാരുണ്ടാകുമ്പോൾ സ്ത്രീകൾ മാത്രം നിസ്കരിച്ച് ഖബറടക്കാൻ പറ്റൂല. കാരണം ഫർള് കിഫായൻ്റെ ആളുകൾ അത് ചെയ്യണം, പുരുഷന്മാർ നിസ്കരിക്കണം. ആ പുരുഷന്മാർ നിസ്കരിക്കേണ്ടത് സ്ത്രീകളുടെ കൂടെയാണോ ശേഷമാണോ മുമ്പാണോ? മജ്മൂലെല്ലാം പറയുന്നത് പുരുഷന്മാരുടെ ജമാഅത്തിൽ സ്ത്രീകൾ ജമാഅത്തായി നിസ്കരിച്ചോട്ടെ, അതാണ് സുന്നത്ത്. ഇനി വേണമെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാർ നിസ്കരിച്ചതിൻ്റെ ശേഷം സ്ത്രീകൾക്ക് നിസ്കരിക്കാം. ഇനി സ്ത്രീകൾക്ക് ഒരു പുരുഷൻ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചു കൊടുക്കാം. ഇനി സ്ത്രീകൾ പുരുഷന്മാരുടെ മുമ്പ് സ്ത്രീകൾ നിസ്കരിച്ചു എന്നതുകൊണ്ട് ആ നിസ്കാരം ബാത്തിലാവാനോ ഹറാമാവാനോ പോകുന്നില്ല. കാരണം സുന്നത്തിൻ്റെ അഹ്ലുകാർ ഫർളിൻ്റെ അഹ്ലുകാർ ഫർളെടുക്കലോടുകൂടെ സുന്നത്തിൻ്റെ അഹ്ലുകാർക്ക് ഫർളിൻ്റെ അഹ്ലുകാർക്ക് ഫർളെടുത്തെങ്കിലേ സുന്നത്തിൻ്റെ ആൾക്കാർക്ക് സുന്നത്ത് ചെയ്യാൻ കഴിയുള്ളൂ എന്നൊരു നിയമം ഇസ്ലാമിലില്ല. ആരല്ലോ അങ്ങനെ പറയുന്നതായി കേട്ടിട്ടുണ്ട്. അത് അബദ്ധമാണ്, തെറ്റാണ്, മുഅ്തമദിനെതിരാണ്. അതൊരു അഭിപ്രായമായി പോലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബറക്കത്ത് അല്ലാഹു നമുക്ക് ചൊരിച്ചു തരുമാറാവട്ടെ. അവരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തീർച്ചയായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു റഹ്തിന് കൊടുത്തു. റഹ്ത്ത് എന്ന് അറബിയിൽ പറയൽ ഭാഷാപരമായി പറയുന്നത് 3 മുതൽ 10 വരേക്കുമുള്ള ആളുകൾക്കാണ്. 10ൽ നിന്ന് ചില്ലറെണ്ണം കൂടിയതുകൊണ്ട് കുഴപ്പമില്ല എന്നും മഹാന്മാർ പറയുന്നുണ്ട്. എന്നാലും റഹ്ത്ത് എന്ന് പറയും. വസഅദുൻ, ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ജാലിസുൻ, ഇരിക്കുന്നവരാണ്. സാഹിത്യപരമായി വലിയ ഒരു സ്ഥാനമുള്ള പ്രയോഗമാണിത്.
ആരാണ്? സഅദ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു റഹ്മത്ത് കൊടുത്തു. വസഅദുൻ, സഅദ് ജാലിസുൻ ഇരിക്കുകയാണ്. സഅദ് പറഞ്ഞാൽ ഞാൻ എന്ന് പറയേണ്ടതാണ്, വാന എന്ന് പറയേണ്ടതാണ്. വാന ജാലിസുൻ, ഞാനത് ഇരിക്കുകയാണ്, ഞാൻ ഇരിക്കുന്നവനാണ്, എൻ്റെ സാന്നിധ്യത്തിലാണെന്നുള്ള അർത്ഥം. അതാണ് സഅദുൻ ജാലിസുൻ എന്ന് പറഞ്ഞത്. തജ്രീദ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൽത്തിഫാത്ത് എന്ന് പറയും. ഫതറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കി റജുലൻ, ഒരു റജുലിനെ ഒഴിവാക്കി, ഒരു പുരുഷനെ. ഹുവാ, പുരുഷനാകുന്നത് അഅ്ജബുഹും ഇലയ്യ, ആ റഹ്ത്തിൽ വെച്ച് എന്നിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ്, ഏറ്റവും തൃപ്തിയുള്ള ആളാണ്, എനിക്ക് നല്ല അഭിപ്രായമുള്ള ആളാണ്. അവരിൽ വെച്ച് എനിക്ക് ഏറ്റവും അത്ഭുതമുള്ള ആൾ എന്നുള്ള ഉദ്ദേശം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരും നല്ല സ്വഭാവമുള്ളവരും ദീനിയാണെന്ന അഭിപ്രായമുള്ളവരും അദ്ദേഹമാണ്. അങ്ങനെയുള്ള ആൾക്ക് നബി തങ്ങൾ കൊടുക്കണില്ല. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മാ ലക അൻ ഫുലാൻ, ഫുലാനെ തൊട്ട് തിരിഞ്ഞു കളയാൻ തങ്ങൾക്ക് എന്താണ് നബിയെ, എന്താ അയാൾക്ക് കൊടുക്കാത്തത്? ജുഐൽ എന്നാണ് അയാളുടെ പേര്, ജുഐൽ. ഫവല്ലാഹി, സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹനെ തന്നെയാണ് സത്യം, ഇന്നീ, തീർച്ചയായും ഞാൻ ലഅറാഹു, അദ്ദേഹത്തെ പറ്റി ഞാൻ അറിയുന്നു, മൂമിനൻ, ഞാൻ മൂമിനായി അറിയുന്നു, അയാൾ കാര്യമായ മൂമിനാണ് നബിയെ, ഉള്ളും പുറവും ഒരേ മാതിരിയുള്ള നല്ലൊരു മഹാത്മാവാണ് അദ്ദേഹം, എന്താണ് അയാൾക്ക് തങ്ങൾ കൊടുക്കാത്തത്? ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഔ മുസ്ലിമൻ, ഇങ്ങനെ കൂട്ടിക്കൊടുത്തോ, നീ വെറും മൂമിൻ എന്ന് പറ, വല്ലാഹി ഇന്നി ലഅറാഹു മൂമിനൻ ഔ മുസ്ലിമൻ, മൂമിനായി ഞാൻ അഭിപ്രായം പറഞ്ഞു, അല്ലെങ്കിൽ മുസ്ലിമായി, ഔ അത്ഫിൻ്റെ അവ്വായിട്ട്, ഔ മുസ്ലിമൻ. ഫസക്കത്തു, ഞാൻ അമർന്നു നിന്നു, കലീലൻ, കുറച്ച് സമയം. സുമ്മ ഖലബനി, പിന്നെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് തേട്ടി വന്നു, മഅലു മിൻഹു, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് അറിയുന്ന ഒന്ന്. ഫഅത്തു, ഞാൻ മടങ്ങി, ലിമകാലത്തി, ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാചകത്തിലേക്ക് ഞാൻ മടങ്ങി. അതായത് ഫഖുൽതു, ഞാൻ പറഞ്ഞു, മാ ലക അൻ ഫുലാൻ ഫവല്ലാഹി ഇന്നി ലഅറാഹു മുഅ്മിനാ, എന്താണ് നബിയെ ആ ജുഐൽ എന്ന മനുഷ്യനിക്ക്, അദ്ദേഹത്തിലേക്ക് തങ്ങൾ കൊടുക്കാത്തത്, ആ ഫുലാൻ എന്താ കൊടുക്കാത്തത്? ഫവല്ലാഹി, അല്ലാഹനെ തന്നെയാണ് സത്യം, ഇന്നി, തീർച്ചയായും ഞാൻ ലഅറാഹു, അദ്ദേഹത്തെ പറ്റി അറിയുന്നു, മൂമിനൻ, മൂമിനായി ഞാൻ അറിയുന്നുണ്ട് നബിയെ. ഫഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ഔ മുസ്ലിമാ, മുസ്ലിമൻ എന്ന് പറഞ്ഞാൽ പോരെ, അങ്ങനെ പറഞ്ഞവരുണ്ട് അവിടെ അർത്ഥം. അല്ലെങ്കിൽ ഇതും കൂടിയാണ് പറഞ്ഞ, ഇന്നി ലഅറാഹു മൂമിനൻ ഔ മുസ്ലിമൻ എന്നാണ് പറഞ്ഞാളാ എന്നർത്ഥം ഒക്കെ അവിടെ. സുമ്മ ഖലബനി മാ അഅലമു മിൻഹു, അദ്ദേഹത്തിൽ നിന്ന് ഞാൻ അറിയുന്ന ഒന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു. ഫഅത്തു ലിമകാലത്തി, എൻ്റെ നേരത്തെ വാക്കിലേക്ക് തന്നെ ഞാൻ മടങ്ങി. ഞാൻ അതേമാതിരി നേരത്തെ പറഞ്ഞ അതേമാതിരി മാ ലക അൻ ഫുലാൻ ഫവല്ലാഹി ഇന്നി ലഅറാഹു മുഅ്മിനാ എന്ന് പറഞ്ഞു. വഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതേ മറ്റേ ഔ മുസ്ലിമൻ എന്ന വാചകത്തിലേക്ക് നബി തങ്ങളും മടങ്ങി. സുമ്മ ഖാല, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യാ സഅദ്, ഏ സഅദ്, ഇന്നി ലഅതി റജുല, തീർച്ചയായും ഞാൻ ഒരു മനുഷ്യനിക്ക് കൊടുക്കും. ഏത് സ്ഥിതിയിൽ? വഗൈറുഹു, ആ കൊടുക്കുന്ന റജുല് അല്ലാത്തവൻ, അഹബ്ബു ഇലയ്യ, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവനാണ്, മിൻഹു, ഞാൻ കൊടുത്ത മനുഷ്യനേക്കാൾ. അങ്ങനെ ചില മനുഷ്യനിക്ക് ഞാൻ കൊടുക്കും. എന്തിന്? ഖശ്യത അൻ യകുബ്ബഹുല്ലാഹു ഫിന്നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ നരകത്തിലേക്ക് തള്ളിയിടലിനെ ഭയപ്പെട്ടതിൻ്റെ പേരിൽ. ചില ആളുകൾക്ക് കൊടുക്കാതിരുന്നാൽ അവർ ഇസ്ലാമിലേക്ക് ഉറച്ചു നിൽക്കൂല, അവർ മുഅല്ലഫത്ത് ഖുലൂബാണ്, അവർക്ക് പണം കിട്ടിയാൽ അവർ ഇസ്ലാമിലേക്ക് അവരെ നിർത്താൻ കഴിയും.
എന്ന് മനസ്സിലാക്കി അവർ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി അവർക്ക് ഞാൻ കൊടുക്കും. പക്ഷേ എനിക്ക് അവരല്ലാത്തവർ ഏറ്റവും വലിയ മൂമിനായതിൻ്റെ പേരിൽ അവരെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരാണ്. പക്ഷെ അവരുടെ ഈമാൻ്റെ പേരിൽ എനിക്ക് ഭയമില്ല. ഇപ്പോൾ മുഅല്ലഫത്ത് ഖുലൂബിൻ്റെ വിഹിതങ്ങൾ കൊടുക്കേണ്ട ആളുകൾ ഇവരാണ്, അത് അവർക്ക് ഞാൻ കൊടുത്തു. മറ്റേ ആൾ അതിൽപ്പെട്ടവരല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരും പരിശുദ്ധമായ മൂമിനും ഈമാനുള്ളവരുമാണവർ. ഈ ജുഐൽ എന്നവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടുണ്ട്, ഇയാളെ സംബന്ധിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായം? ജുഐലിനെ പറ്റി നിൻ്റെ അഭിപ്രായം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, കൈഫ തറാ ജുഐല? അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ അബൂദർ ഗിഫാരി പറയാണ്, കശക്ലിഹി മിനന്നാസ് യഅനി അൽ മുഹാജിരീൻ, നമ്മൾ മുഹാജിരിങ്ങളിൽപ്പെട്ട ആളുകളെ മാതിരിയുള്ള ഒരാൾ തന്നെയാണ് എന്ന് പറഞ്ഞു. പിന്നെ വേറൊരാൾ വന്നു, അയാളെ പറ്റി ചോദിച്ചു, അയാളെ പറ്റി എന്താ എൻ്റെ അഭിപ്രായം? അപ്പോൾ പറഞ്ഞു, അയാളോ സയ്യിദൻ മിൻ സാദാത്തിന്നാസ്, ജനങ്ങളുടെ നേതാക്കളിൽപ്പെട്ട ഒരു വലിയ നേതാവായിട്ടാണ് എൻ്റെ അഭിപ്രായം, കാര്യപ്പെട്ട ആളാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഫജുഐലുൻ ഖൈറും മിൻ മിൽഇൽ അർളി മിൻ ഫുലാൻ, ഇയാ പറഞ്ഞല്ലോ സയ്യിദും മിൻ സാദാത്തിന്നാസ് എന്ന് പറഞ്ഞ അയാളെക്കാളും എത്രയോ വലിയ ആളാണ്, ഭൂമി നിറച്ച്, അങ്ങനെയുള്ള ഭൂമി നിറച്ചുണ്ടാകുന്നതിനേക്കാളും ഖൈറാണ് ജുഐൽ. അപ്പോൾ ജുഐൽ റളിയല്ലാഹു അൻഹു വലിയ കാര്യമായ മൂമിൻ തന്നെയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു പറഞ്ഞത് വളരെ സത്യവുമാണ്. പക്ഷേ സദഖൻ്റെ മുതൽ കൊടുക്കാൻ, അതിൻ്റെ മുഅല്ലഫത്ത് ഖുലൂബിൻ്റെ വീതം കൊടുക്കാൻ, അത് ഇവർക്കാണ് കൊടുക്കേണ്ടത്, അത് അവർക്ക് കൊടുത്തു. അതിൻ്റെ അർത്ഥം കൊടുക്കാത്തവർ ഖൈറിൽ ഉത്തമരല്ല എന്നാണ്. ഇതേ സംഭവം ഹുദൈബിയ യുദ്ധത്തിൽ കഴിഞ്ഞ് വരുമ്പോൾ നടന്നിട്ടുണ്ട് സംഭവങ്ങൾ. അതല്ല, ഇത് വേറെ സംഭവമാണ്. ഇവിടെ നമുക്ക് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തെളിവ് പറയുന്നത്, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മൂമിനൻ ഇന്നി അറാഹു മൂമിന, അയാൾ മൂമിനായിട്ടാണ് ഞാൻ ഉറപ്പിക്കുന്നത്, എൻ്റെ മനസ്സിലുള്ളത് അങ്ങനെയാണ് എന്ന് പറയുമോ നബി തങ്ങൾ പറയാണ്, അങ്ങനെ തീർത്ത് പറയില്ലേ ഒരാളെ സംബന്ധിച്ച് മൂമിൻ. ഈമാൻ എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിലുള്ളത് അനുസരിച്ച് വരേണ്ടതാണ്. മുസ്ലിമൻ എന്ന് പറഞ്ഞോ, മുസ്ലിമൻ എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ ഈ ആയത്തിൽ എന്ത് ചെയ്തു? മൂമിനൻ ഔ മുസ്ലിമൻ എന്ന് രണ്ടാക്കി പറഞ്ഞത് കൊണ്ട് യഥാർത്ഥ മുസ്ലിം അല്ലെങ്കിൽ ഈമാനും ഇസ്ലാമും രണ്ട് തന്നെയാണ്. ഇതാണല്ലോ നമ്മളെ ബാബ്. ഈമാനും ഇസ്ലാമും രണ്ടും ഒന്നാണെന്ന് പറയണമെങ്കിൽ യഥാർത്ഥ ഹഖീഖത്തു ശർഇയ്യയായ ഈമാനും ഇസ്ലാമുമാണ് നമ്മൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവർ. ഹദീസിൽ തുടക്കത്തിൽ പറഞ്ഞ അൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറഞ്ഞ മാതിരി മനസ്സ് നന്നാക്കിയും കൊണ്ട്, മനസ്സിൽ പൂർണ്ണമായ അള്ളാഹുവിനും റസൂലിനെയും അംഗീകരിക്കലോടുകൂടെ അനുസരിക്കലോടുകൂടെ അവരുടെ സ്വാഹിരിയായ അമലും കൂടി ചെയ്യുന്ന മുസ്ലിം, ആ മുസ്ലിമും ആ മൂമിനും അത് രണ്ടും ഒന്നാണെന്ന് നമ്മൾ പറയുന്നത്. അതല്ലാതെ ലാഹിറുകൊള്ള നോക്കിയിട്ട് ഒരാളെ സംബന്ധിച്ച് അവൻ ചെയ്യുന്ന അമലുകൊള്ള നോക്കിയിട്ട് അവൻ്റെ ഉള്ളറിയാൻ കഴിയൂല. ചില സമയത്ത് അവർ ചെയ്യുന്നത് ലുഗവിയായ ഭാഷാപരമായ അല്ലെങ്കിൽ ഖൗഫിൻ്റെ പേരിലുള്ള ഇസ്ലാമായിരിക്കും അവർ ചെയ്യുന്നത്. കർമ്മങ്ങളെ ഉണ്ടാവുള്ളൂ, അത് ഉള്ളറിഞ്ഞുകൊണ്ടായിരിക്കൊള്ളുന്നില്ല. ഉള്ളറിയാതെ ചെയ്യുന്നവർക്ക് ഇസ്ലാമിൻ്റെ ഹുക്കുമുകൾ നൽകിയാലും അവരെ സംബന്ധിച്ച് മൂമിൻ എന്നുള്ള ഹുക്കുമിലേക്ക് അവർ വരുന്നതല്ല. ഈ ഹദീസിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പിടിച്ചെടുക്കുക എന്ന് മുസ്ലിം ഇമാമിങ്ങൾ പറയുന്നുണ്ട്. അത് ആവശ്യമുള്ളവർ ആശയങ്ങൾ നോക്കട്ടെ, മനസ്സിലാക്കട്ടെ.